ജിഷയുടെ കൊലപാതകവും രേഖാചിത്രവുമായി സാമ്യമുള്ളതുകൊണ്ട് മാത്രം നവമാധ്യമങ്ങൾ കൊലപാതകയാക്കിയ തസ്ലിക് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചു. താൻ ജിഷയെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ആരോ കാണിച്ച കുസൃതി തന്റെ ജീവിതം തന്നെ വഴിമുട്ടിച്ചിരിക്കുകയാണെന്നും തസ്ലിക് റിപ്പോർട്ടറോട് പറഞ്ഞു. ജിഷയുടെ കൊലപാതകിയുടെ രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരു യുവാവിൻ്റെ ഫോട്ടോയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ യുവാവ് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. തസ്ലിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തായിരുന്നു, ജിഷയെ ഏതെങ്കിലും വിധത്തിൽ കണ്ടുവല്ല പരിചയമുണ്ടോ? എന്താണ് ഈ ഒരു ഫോട്ടോയുടെ പുറകിൽ? ജിഷയെ ഇന്ന് വരെയും കണ്ടിട്ടില്ല. പിന്നെ മരിച്ചതിൻ്റെ ആ ഒരു ഇതിൽ സോഷ്യൽ മീഡിയയിൽ വന്നതല്ലാണ്ട് ഫോട്ടോ അല്ലാണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒന്നും. പിന്നെ പെരുമ്പാവൂർ എൻ്റെ അടുത്ത് ഇപ്പം ഇന്നലെ പോലീസ് ചോദിച്ചു, പെരുമ്പാവൂർ ആ ഭാഗത്ത് പോയിട്ടുണ്ടോ, ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ, അടുത്ത ദിവസങ്ങളിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇന്നുവരെ ആ ഭാഗത്ത് പോയിട്ടില്ല നിലവിൽ. ഇപ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പറൂർ ഷോപ്പുള്ളതുകൊണ്ട് അങ്ങോട്ട് ഷോപ്പിൽ കാലത്ത് പോവുക, വൈകുന്നേരം വരുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും ഷോപ്പിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫോട്ടോ വന്നതിന് പിറകിൽ എന്തായിരുന്നു കാര്യം? ഇതെങ്ങനെ സംഭവിച്ചത്? അത് ആരായിരുന്നു ഈ ഫോട്ടോ പ്രചരിപ്പിച്ചത്? വല്ലതും അറിയോ? ഇത് എന്നെ വെളുപ്പിന് ഒരു പയ്യൻ വിളിച്ച് പറയണേ, ഇത് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് കയറി നോക്ക്, അതിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞ്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇതുപോലെ സുരേഷ് കുമാർ പി കെ എന്ന് പറഞ്ഞൊരു പുള്ളി, അദ്ദേഹത്തിൻ്റെയാണ് ആദ്യം കണ്ടത്. ട്രൂ ലൈൻ എന്ന് പറഞ്ഞൊരു മീഡിയ, ഓൺലൈൻ മീഡിയയാണ് അദ്ദേഹത്തിൻ്റെ. പുള്ളിയാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് പലരും എന്നെ വിളിച്ച്, കുറേ പേര് വിളിച്ച്. പിന്നെ അതിൽ എൻ്റെ ഒപ്പം കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം, സൈബർ സെല്ലിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോകണമെന്നും പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കണം. എന്തായിരുന്നു, പി തങ്കച്ചൻ്റെ ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു UDF നേതാവിൻ്റെ ഡ്രൈവറാണ് എന്നെല്ലാം ഒരു പ്രചരണമെല്ലാം നടന്നിരുന്നു. പിന്നെ പല്ലുകളുടെ അകൽച്ച, മുടിയുടെ സാമ്യം, ഇത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? ആരെങ്കിലും ഡ്രൈവറാണോ? ഇല്ല, നിലവിൽ ആരുടെയും ഡ്രൈവറല്ല. ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. പിന്നെ ഒരു എൻജിനീയറുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 2-3 പേരുടെ വണ്ടികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഞാനങ്ങനെ ഓടിക്കാറുണ്ട്. പിന്നെ പി തങ്കച്ചൻ്റെ ഡ്രൈവറാണെന്നൊരു പോസ്റ്റ് അത് കണ്ട്, പിന്നെ പല്ലിൻ്റെ വിടവ്, കണ്ണ്, മുടി, ഇങ്ങനെയൊക്കെ പലതും, അങ്ങനെ പല പോസ്റ്റുകളും എഡിറ്റ് ചെയ്ത് പല രൂപത്തിലായിരുന്നു ഇറങ്ങുന്നത്. ഈ നാട്ടുകാരൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലാൻ നേരത്തെ ഓരോ അനുഭവങ്ങളുണ്ടാവില്ല, എന്താ നാട്ടുകാരെല്ലാം പറയുന്നത്? ഇന്നലെ ഈ ഭാഗത്ത് ഞാൻ വന്നത് നൈറ്റാണ്. ഇപ്പം ഇവിടെ അധികം പേർക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഇന്നലെ ശ്രീപുല നേരത്തായിരുന്നു ഞാൻ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ദേവന് ആൾ ഇതാണോ പ്രതി എന്നൊക്കെ അങ്ങനത്തെ ഒരു ചോദ്യമായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ ഒരു അത്താണിയും തസ്ലിക്കാണെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം, വീട്ടുകാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇപ്പോൾ ഇന്നലെ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല, കാരണം അവൾ പ്രഗ്നൻ്റാണ്, ഈ മാസം ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഇന്നലെ നൈറ്റ് വന്നപ്പോഴാണ് പറഞ്ഞത്. ഇന്നാണ് വീട്ടിൽ ബാലൻസ് എല്ലാവരും അറിയുന്നത്. ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ ഒരു മെൻസ് ഷോപ്പിലാണ് നിൽക്കുന്നത്. വീട്ടിൽ പിന്നെ വാപ്പാക്ക് കാര്യമായിട്ടൊരു ജോബൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഭിനയം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ പടത്തിൽ നിന്ന് തന്നെ നീക്കുന്നതാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഡയറക്ടറെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വലിയൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും. എന്തായിരിക്കും ഇത്തരത്തിലുള്ളൊരു പടം പ്രചരിക്കാൻ കാരണമായി മാറിയത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിഷയുടെ കൊലപാതകയെ പിടിക്കാമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. കാരണം നമുക്കങ്ങനെ ഒരു സാമ്യം തോന്നിയാൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് പോലീസിന് ഇത് കൈമാറുക, എന്നിട്ട് അവരിത് കൈക്കൊണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ FBI പോലീസാവാം. ഇത് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് തസ്ലിക്കിൻ്റെ ഫോട്ടോ എടുത്തത്, സെൽഫി എടുത്ത ഈ ഫോട്ടോ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കില്ലേ ഒരുപക്ഷെ കൈമാറിയിരിക്കുന്നത്? എന്തായാലും അറിയുന്ന ഒരാളായിരിക്കാം, എന്നെയും എൻ്റെ ഗ്രൂപ്പിലുണ്ടായവർ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ ചെയ്തേക്കണേ. അല്ലെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സിംഗിൾ ഫോട്ടോസ് കിട്ടും. പക്ഷെ അങ്ങനെയല്ല ഇത് കൊടുത്തേക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ മാത്രമായിട്ടാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്തേക്കണേ. എന്തായാലും നവമാധ്യമങ്ങളിലൂടെ ഒരു ചെറുപ്പക്കാരനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TV തസ്ലിക് എന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ വാസ്തവം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.